ജാബിർ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ ആ ഒരു MSc ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ജാബിർ സംസാരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് ജാബിർ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ട് അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. എന്റെ പേര് ജാബിർ എന്നാണ്. ഞാനിപ്പം 2021-23 അക്കാദമിക് ഇയറിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മീൻസ് IGNT മധ്യപ്രദേശിലുള്ള ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ബോർഡറിലുള്ള IGNTയിൽ നിന്ന് MSc ഫിസിക്സ് കഴിഞ്ഞു. ഇപ്പം നാട്ടിലുണ്ട് കറന്റ്ലി. നെക്സ്റ്റ് PhD പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകും. സോ ബേസിക്കലി നമ്മളിപ്പം CUET ഞാനൊക്കെ 2021 കയറുന്ന സമയത്ത്, അതായത് ഒരു 2 വർഷം വരെ ഞാൻ ജസ്റ്റ് ഒരു CUET പറ്റി ഒരു ഐഡിയ തരാം. എന്നിട്ട് ഞാൻ എന്റെ യൂണിവേഴ്സിറ്റിയെ പറ്റി കോഴ്സിനെ പറ്റി ഞാൻ പറയാം. അപ്പോ ബേസിക്കലി ഞാനൊക്കെ 2021 അതായത് ഞാൻ കയറുന്ന ഒരു സമയം വരെയാണ് CUET എക്സാം വേറെ, ഓരോ യൂണിവേഴ്സിറ്റി എക്സാംസ് വേറെ ഉണ്ടായിരുന്നത്. അപ്പോ നിലവിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഇന്ത്യയിൽ ഇപ്പം ഒരു 54ഓളം, പുതിയ കണക്ക് പ്രകാരം 56 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ കേരളത്തിൽ ആകെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളൂ. കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ഉണ്ട്, നമ്മുടെ അടുത്ത് കർണാടക ഉണ്ട്, പിന്നെ അങ്ങനെ അങ്ങോട്ട് JNU, JABI, HCU, DU, അങ്ങനെ പോണ്ടിച്ചേരി, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ 2021 വരെ CUET എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരുന്നു. അതായത് 2019 വരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന കോഴ്സിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ആകെ അതായത് CUET എന്ന് പറയുന്ന എക്സാം മുന്നേ CUCET ആയിരുന്നു, അറിയുന്നുണ്ടാവും. അതായത് ഇത്തരത്തില് ഓരോ സ്റ്റേറ്റിനും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി വേണം എന്ന് എന്താ പറയുക, നമ്മളുടെ പാർലമെന്ററി ആക്ട് പ്രകാരം 2009 ഇത്തരത്തിൽ പുതിയ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ വന്ന യൂണിവേഴ്സിറ്റീസിന് മാത്രമായിരുന്നു ബേസിക്കലി അന്ന് നമ്മൾ CUC നടത്തിയിരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന നെയിംസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് മാത്രമാണ്. അതല്ലാതെ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ജാമിയ, AMU, HCU, JNU, DU, പോണ്ടിച്ചേരി, ഇതിനൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിരുന്നു. അപ്പൊ ഞാനൊക്കെ ബേസിക്കലി IGNTUവിൽ കയറുന്നത് IGNTUവിന്റെ IGNTU AT എന്ന് പറയും, IGNTU അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പൊ 2019 ശേഷമാണ് പിന്നീട് CUET മാറ്റി CUET ആയി. അപ്പോഴും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസിന് ലിമിറ്റേഷൻ എഗെയിൻ ഉണ്ടായിരുന്നു. പിന്നീട് 2021 കാലഘട്ടത്തിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കം ഇന്ത്യയിൽ 56 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 47 സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും കൂടി ഒറ്റ എക്സാം കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഇപ്പം CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് CUETന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് ഓൺലി വൺ എക്സാം, യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺലി വൺ എക്സാം. ഞാനൊക്കെ ചെയ്തിരുന്ന പോലെ JNUവിന്റെ എക്സാം എഴുതാൻ വേണ്ടി കോഴിക്കോട് പോകുന്നു, ജാമ്യയുടെ വേണ്ടി ഡൽഹിക്ക് പോകുന്നു, അലിഗഡ് എക്സാം എഴുതാൻ വേണ്ടി അഗൈൻ AIMUവിന്റെ ക്യാമ്പസിൽ പോകുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റീസ് നമ്മൾ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി സിലബസ് എടുത്ത് പഠിച്ച് അതിന് വേണ്ടി ഉറപ്പായിട്ട് ആവശ്യമില്ല. യു ഹാവ് ടു ഓൺലി കോൺസെൻട്രേറ്റ് ഓൺലി വൺ എക്സാം, ഇറ്റ്സ് കോൾഡ് CUET, in order to admit in 47 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോഴ്സും ഇല്ല എങ്കിലും ഓൾമോസ്റ്റ് ഫിസിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 20+ യൂണിവേഴ്സിറ്റീസിൽ ഫിസിക്സ് നിലവിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ CUETക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ബേസിക്കലി തന്നെയാണ്. ഇത് ഒരു എക്സാമിന് വേണ്ടി, ഇപ്പൊ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒറ്റ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുഴുവൻ സമയം അതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ആസാം വരെയുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ CUETന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CUETൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഇപ്രാവശ്യം CUET PG 2024 പ്രകാരം 47 സെൻട്രൽ യൂണിവേഴ്സിറ്റി, 39 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, 10 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, ടിസ് ഒക്കെ TIS, TIFR ഒക്കെ ഉള്ള 10 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് 57 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അങ്ങനെ മൊത്തം 150 യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ട് ഒറ്റ എക്സാം ആണ്. സോ ഇന്ത്യയിൽ 153 പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ടിയിട്ട് ഒറ്റ എക്സാം നിങ്ങൾക്ക് എഴുതിയാൽ മതി.
സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് CUET. ആൻഡ് ഓഫ് കോഴ്സ് ഒരു 1000 രൂപ 1500 രൂപ വരെ കണ്ടാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഐ മീൻ കാറ്റഗറി അനുസരിച്ചിട്ട് പ്രൈസിൽ ഐ മീൻ നമ്മളെ എക്സാം ഫീസിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി CUET പറ്റി പറയാനുള്ളത്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് CUET എന്ന് പറയുന്നത്, യു ഹാവ് ടു റൈറ്റ് ഓൺലി വൺ എക്സാം ഇൻ ഓർഡർ ടു ക്വാളിഫൈ അപ് ടു 153 ഡിഫറെന്റ് സ്റ്റേറ്റ്, സെൻട്രൽ, ഡീംഡ് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ എന്നുള്ളതാണ് CUET ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം എന്തിനാണ് ചിലർക്ക് ചോദിക്കുന്നുണ്ടാവും, മേ ബി ഇപ്പൊ നമ്മള് ഡിഗ്രി ഒക്കെ നാട്ടിൽ ചെയ്യുന്നവരാവും എല്ലാവരും. ഇപ്പൊ എന്തിനാണ് കഷ്ടപ്പെട്ട് മധ്യപ്രദേശിലും അല്ലെങ്കിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലൊക്കെ പോയി തണുപ്പൊക്കെ കൊണ്ടിട്ട് പോകുന്നവരുണ്ടാവും. അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ എന്റെ ഒരു CUET അല്ലെങ്കിൽ എന്റെ ഒരു യൂണിവേഴ്സിറ്റി JD പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഓഫ് കോഴ്സ് ഇതാണ് CUET ഒരു ബേസിക്സ് ആണെന്ന് പറയുന്നത്. ഞാനൊക്കെ CUET എഴുതിയിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ലൈക് സെപ്പറേറ്റ് എക്സാംസ്, ഇപ്പൊ IGNTU ജാമ്യക്കൊക്കെ സെപ്പറേറ്റ് എക്സാം ഉണ്ടായിട്ടുണ്ട്. ഐ ചോസ് IGNTU ഫോർ ഡൂയിങ് മൈ MSc ഇൻ ഫിസിക്സ്. സോ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് IGNTU ഒരു ഫാക്കൽറ്റി, അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫാക്കൽറ്റി ആയിരുന്നു അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. നിലവിൽ IGNTU ഒന്ന് രണ്ട് ഫാക്കൽറ്റീസ് പോയത് കാരണം നിലവിൽ ഇപ്പം ഈ ഒരു അക്കാദമിക് ഇയറിൽ IGNTU ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രൊഫസേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് പിറകോട്ടാണ്. അതിനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. പക്ഷെ ഞാനുള്ള സമയത്ത് നല്ല പ്രൊഫസേഴ്സ് ആയിരുന്നു. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഫസേഴ്സ് എന്ത് ചെയ്യും, ചിലപ്പോൾ വേറെ വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയൊരു അപ്പോയിന്റ്മെന്റ് വരാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വി ആർ ആക്ച്വലി MSc സ്റ്റുഡൻസ്, സോ വി ഹാവ് ടു ലേൺ അവർ ഓൺ. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ സ്വന്തമായിട്ട് നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നമ്മളെ നാട്ടിൽ പഠിക്കുന്ന കോളേജുകളിൽ നിന്ന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ അവിടുത്തെ കൾച്ചറാണ്. ഇപ്പൊ ഞാനൊക്കെ മധ്യപ്രദേശിൽ പഠിച്ചുകൊണ്ട് തന്നെ എന്റെ ഒരു യൂണിവേഴ്സിറ്റി ട്രൈബൽ യൂണിവേഴ്സിറ്റി നൽകിയാൽ വരാം. അതിന്റെ മുന്നേ ഞാൻ പഠിച്ചിരുന്ന ഒരു സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികളുണ്ടായിരുന്നു. ആസാമിൽ നിന്നുണ്ടായിരുന്നു, ഹരിയാന, പഞ്ചാബ്, കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. അപ്രോക്സ് 10 ജില്ലകളിൽ നിന്ന്. ഇപ്പത്തെ ഒരു ബാച്ച് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ നമുക്കുണ്ട്. എസ്പെഷ്യലി നമ്മളെ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തുള്ള കുട്ടികളെങ്കിലും കൂടുതലായിട്ടും അപ്രോക്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളവിടെ ഈ ഒരു 4 വർഷക്കാലങ്ങളായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ഹരിയാനയിൽ നിന്നുണ്ട്, പഞ്ചാബിൽ നിന്നുണ്ട്, കർണാടക. അപ്പം ഇന്ത്യയിലെ ഡിഫറെന്റ് കൾച്ചേഴ്സ് മനസ്സിലാക്കുക, അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഒരു ടോക്കിംഗ് സ്റ്റൈല്, അവരുടെ ഒരു ലിവിങ് സ്റ്റൈല്, അവരുടെ എക്സ്പീരിയൻസ് അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം യൂണിവേഴ്സിറ്റി കഴിഞ്ഞു കൂടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ജേർണി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകും. നേരെ മറിച്ച് നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ, അഫ്കോഴ്സ് ഇപ്പൊ ഞാനൊക്കെ മധ്യപ്രദേശിൽ പോകുമ്പോൾ ഐ ഹാവ് ടു ട്രാവൽ അബൌട്ട് 2400 കിലോമീറ്റർ, 2400 കിലോമീറ്ററോളം, ഓൾമോസ്റ്റ് അപ്രോക്സ് 2 ദിവസം ട്രെയിനിൽ 2 ട്രെയിൻ മാറി കയറണം. ആൻഡ് പിന്നെ ഒരു 25-28 കിലോമീറ്ററോളം ബസ്സിലാണ് യാത്ര. ബസ്സോ ബൈക്കോ ലോറിയോ കാറോ എന്താണ് കിട്ടുന്നത് അതിൽ കയറി പോകണം. അപ്പൊ അത്തരത്തിലൊരു 2400 കിലോമീറ്റർ എനിക്ക് കൂടി ട്രാവൽ ചെയ്തിട്ട് വേണം എന്റെ യൂണിവേഴ്സിറ്റിയിൽ എത്താനായിട്ട്. സോ ഡൽഹി ആകുമ്പോൾ അതിലും കൂടും, മേലോട്ട് പോകുന്നതോറും നമ്മൾ ദൂരം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രയും നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ഭൂപ്രകൃതി, അവിടുത്തെ ഒരു കൾച്ചർ, ട്രെയിനിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകള്, നമ്മൾ ട്രെയിനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലത്തെ പോലെ ഫുഡൊന്നും കഴിക്കൂല. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സ്പോഷർ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ യൂണിവേഴ്സിറ്റിയിൽ വരെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ പോലെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അല്ല. ഇപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് തണുപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 ഡിഗ്രി മുതൽ അപ് ടു ഒരു 7-8 ഡിഗ്രി വരെയൊക്കെ മാക്സിമം ഉള്ളൂ തണുപ്പ് എന്ന് പറയുമ്പോൾ. അത്രയും എക്സ്ട്രീം തണുപ്പാണ്. ചൂട് എന്ന് പറയുമ്പോൾ ഒരു 45-46 ഒക്കെ, ചില സമയങ്ങളിൽ 52 ഡിഗ്രി ഒക്കെ അവിടെ ചൂടുണ്ടായത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എന്റെ സ്റ്റേറ്റിലോട്ടോ, ഞാൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അത്തരത്തിൽ ജമ്മുവിലൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പം HNBG എന്ന് പറയുന്നത് ശ്രീനഗർ ക്യാമ്പസിലാണെങ്കിൽ -ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. -4, -5, -6 ഒക്കെ. അപ്പൊ അത്തരത്തിൽ എക്സ്ട്രീം കണ്ടീഷനാണ്. ഇപ്പൊ ഡൽഹി ആണെന്നുണ്ടെങ്കിൽ ഫോഗ്, സ്മോക്ക്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അവിടെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ എൻറ്റയർലി ഒരു പുതിയ ലോകത്തേക്കാണ് എന്ത് ചെയ്യും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്താം. ഇതിനൊക്കെ പുറമെ വി ഹാവ് ടു ഓർ വി ക്യാൻ ഇംപ്രൂവ് അവർ ലാംഗ്വേജ്. കാരണം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡന്റ് വിൽ സ്പീക്ക് ഇൻ ഹിന്ദി, ദേ വിൽ യൂസ് ഹിന്ദി. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഐദർ ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ്. സോ നമുക്ക് ഹിന്ദിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ബേസിക്കലി നമ്മൾ അറിയാത്ത എന്ത് ചെയ്യും, നമ്മളുടെ ഇംഗ്ലീഷ് സ്കില്ലും ഹിന്ദി സ്കില്ലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാണ്. അപ്പം
വൈ യു ഹാവ് ടു ചൂസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് റാദർ എ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അവിടെ ജീവിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ, ഡിഫറെന്റ് കൾച്ചർ, ഒരു ഇന്ത്യ, ഒരു മിനി ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നോർത്തിലൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മധ്യപ്രദേശ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഡൽഹി, ആസാം, മേഘാലയ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് കൾച്ചേഴ്സ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി വൈ യു ഹാവ് ടു ചൂസ് CUET അല്ലെങ്കിൽ CUET എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന ഇപ്പം നമുക്ക് ഇപ്പം ഒരാൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് വിടുന്നില്ല, യു ഹാവ് ദ ഓപ്ഷൻ ടു ചൂസ് CU കേരള. കാസർഗോഡ് തമിഴ്നാട് ബോർഡറിലാണ് CU കേരള കിടക്കുന്നത്. സോ യു ക്യാൻ ചൂസ് ദാറ്റ് യൂണിവേഴ്സിറ്റി ഓൾസോ. അത് നല്ല യൂണിവേഴ്സിറ്റി, നല്ല പ്രൊജക്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓഫ്കോഴ്സ് വേറൊരു കാര്യമാണ്, നമുക്ക് പുതിയ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പൊ നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ IITs പോലെയുള്ള NITs പോലെയുള്ള അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും, പ്രൊജക്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പുതിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ജാമ്യ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കാറുണ്ട്. അവിടുത്തെ ലൈബ്രറിയിൽ ഒരുപാട് ബുക്സ്, മില്യൺസ് ഓഫ് ബുക്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഗ്രാമർലി പോലെയുള്ള, ടേണിജന്റ് പോലെയുള്ള അങ്ങനത്തെ ഒരുപാട് പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഒരുപാട് പ്രത്യേകതകൾ എന്ത് നമുക്ക് കിട്ടും, നാട്ടിലെ ഒരു കോളേജിലോ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. ഇനി IGITന്റെ കേസ് വരാം. IGITs ഞാൻ പറഞ്ഞല്ലോ, ഞാൻ IGITന്റെ സ്പെഷ്യൽ എക്സാം, അതായത് IGIT CUET വരുന്നതിന്റെ മുന്നേയുള്ള എക്സാം എഴുതിയിട്ടാണ് IGIT കയറിയത്. അപ്പൊ ബേസിക്കലി ഞാൻ അവിടെ MSc Physics ആണ് ചെയ്തത്. അപ്പോ വൈ ഐ ചോസ് IGIT എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റീസൺ ഉള്ളത്. ഒന്ന്, അവിടുത്തെ ഞാൻ ബേസിക്കലി ആസ്ട്രോണമി അല്ലെങ്കിൽ ഫിസിക്സിൽ ആസ്ട്രോണമി കരിയർ എടുക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് IGIT നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 900 മീറ്റർ സീ ലെവലിൽ നിന്ന് ഒരു അപ്രോക്സ് 1 കിലോമീറ്റർ ഉയരത്തിലാണ്. ഒരു കുന്നിന്റെ മുകളിലാണ് IGIT. ഒരു 1000 ഏക്കർ സ്ഥലമാണ്. അതിൽ അപ്രോക്സ് ഒരു 400-500 ഏക്കറോളം നിലവിൽ ക്യാമ്പസും അത് അവിടെ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വരുന്നത് പറയുന്നുണ്ട്. പക്ഷെ അതൊരു 10 to 15 ഇയേഴ്സ് എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വികസനം വരും. യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടൊരു 2009 സ്റ്റാർട്ട് ചെയ്തു, ഒരു 15 കൊല്ലം ആവുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ജാമ്യയിലായിട്ടോ HCAയിട്ടോ JNUയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ യൂണിവേഴ്സിറ്റീസ് ഒക്കെ മോർ ദാൻ 50 to 100 ഇയേഴ്സ് ആയി ആ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. അപ്പോൾ IGIT ഞാൻ തിരഞ്ഞെടുക്കാനുള്ള രണ്ട് കാരണം, ഒന്ന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണ്. അവിടെ നല്ല എക്സ്ട്രീം തണുപ്പാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവിടുത്തെ സ്കൈ എന്ന് പറയുന്നത് നല്ല ക്ലിയർ സ്കൈ ആണ്. കാരണം നമ്മളൊരു ട്രൈബൽ ഏരിയയിലാണ്. ആസ് ദ നെയിം സജസ്റ്റ്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. സോ ദിസ് യൂണിവേഴ്സിറ്റി ഈസ് ബേസിക്കലി റിസർവ്ഡ് സീറ്റ്സ് ഹാവിംഗ് ട്രൈബൽ കമ്മ്യൂണിറ്റി, ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോഴ്സ്, അത് PhD വരെയുള്ള ട്രൈബൽ ആൻഡ് യോഗി സയൻസ് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ട്രൈബൽസിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റിന്റെ പുറത്ത് ട്രൈബൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു IGIT വേറൊരു ലോകമാണ്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ കുറെ സ്ട്രഗിൾസ് ഉണ്ട്, അതിലേക്ക് വരാം. അപ്പോ ഒന്നാമത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ ഒരു സ്കൈ. കാരണം ആസ്ട്രോണമർ എന്നുള്ള നിലയ്ക്ക് ആസ്ട്രോണമി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കൈ ആണ് IGIT സ്കൈ എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഫിസിക്സിന്റെ കേസ് ഞാൻ പറയുന്നത്, ഫിസിക്സിന്റെ HOD എന്ന് പറയുന്നത് സാർ ആലോക് പാണ്ഡ്യ എന്ന് പറയുന്നത് 2 PG ഒക്കെ പഠിച്ചിട്ടാണ്. മൂപ്പരും ആസ്ട്രോണമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ IGIT ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാണ്ടം ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്തത് സാറ് പ്രൊഫസർ ആയിട്ടുണ്ടായിരുന്നു. IISc ബാംഗ്ലൂരിന്ന് PhD കഴിഞ്ഞ വേറൊരു സാർ ഉണ്ടായിരുന്നു. പിന്നെ 2 സാറുമാർ, ഒരാൾ PhD ഉണ്ട്, വേറെ ആൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം പുതിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ IGIT പോയത്. പിന്നെ ഡൽഹിയിലൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ HCUനൊക്കെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ IGIT എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്നൊരു മെഡിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നാട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് IGIT നമ്മൾ അനുഭവിക്കണം. അപ്പൊ അതൊരു സ്ട്രഗിൾ ആണ്. അതായത് നമ്മള് ഇപ്പൊ ഞങ്ങളൊക്കെ IGIT പഠിച്ച ഏതൊരു കുട്ടിയും സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ എവിടെയും ജീവിക്കാൻ പഠിക്കും. കാരണം എന്താ പറയാ, ഹൈജീനിസിറ്റി കുറവ്, ട്രൈബൽസ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ട്രൈബൽസ് ജീവിക്കുന്നില്ല, അവരവിടെ വർക്ക് ചെയ്യാൻ മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും ട്രൈബൽസ് ആയതുകൊണ്ട് തന്നെ ട്രൈബൽ ലൈഫാണ് നമ്മൾ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു വെനസ്ഡേ മാർക്കറ്റ് ഉണ്ടാവും. ആ വെനസ്ഡേ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ മൊത്തം ആ ബുധനാഴ്ച അവിടെ അന്ന് കച്ചവടം ഉണ്ടാവും. ഡ്രസ്സ് മുതൽ ഉപ്പ് തൊട്ട് കറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഡ്രസ്സ് ഉണ്ടാവും. ഗ്രോസറി ഐറ്റംസ് ഉണ്ടായിരിക്കും, ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് കുഞ്ഞുകുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, വള, മാല, കമ്മല്, അരി, പഞ്ചസാര, എല്ലാ സാധനവും ഉണ്ടായിരിക്കും. ആ ഒരാഴ്ചയിലേക്കുള്ള സാധനം മൊത്തം നമ്മൾ ദിവസം പർച്ചേസ് ചെയ്യാം.
അപ്പം ഇതൊക്കെയാണ് IJT-യിലായിട്ട് എന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത്. അത് ഭയങ്കര പീസ്ഫുൾ ലൈഫാണ്. ഡൽഹി പോലെ ഒരു സിറ്റി ലൈഫ് ഒന്നല്ല. കാരണം 1000 ഏക്കർ സ്ഥലത്ത് 500 ഏക്കറോളം ക്യാമ്പസ് മാത്രമാണ് ഒറ്റ സിംഗിൾ മതിലിനുള്ളിലുള്ളത്. ആൻഡ് നമുക്ക് ഗേറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം നടക്കണം. വല്ല കെട്ടിടങ്ങളും അത്രത്തോളം റോഡാണ്. 1.5 കിലോമീറ്റർ റോഡാണ്. പിന്നീട് 1.5 കിലോമീറ്റർ ഇപ്പൊ ഞാനൊക്കെ ഡെയിലി 1.5 കിലോമീറ്റർ ഒരു ഭാഗത്തേക്ക്, അതായത് ഇപ്പം 1.5 കിലോമീറ്റർ വേണം എന്റെ ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകാൻ. തിരിച്ച് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ 1.5, അപ്പൊ അത് ഡെയിലി 4 ടൈംസ് എന്ത് ചെയ്യണം, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. സോ 6 കിലോമീറ്റർ മിനിമം ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രം എല്ലാവരും നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇപ്പം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഇങ്ങനെ കേട്ടോ. ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത്. സോ IJT ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നിലവിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രം, അതായത് 2 ഫാക്കൾട്ടീസ് പെട്ടെന്ന്, ഒരാൾ ബിറ്റ്സ് പിലാനിക്കും വേറൊരാള് അഹമ്മദാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഫാക്കൾട്ടി റിക്രൂട്ട്മെന്റ് എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളത്. അതുകൊണ്ട് 2 ഫാക്കൾട്ടീസിന്റെ കുറവുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഓൺലൈനിൽ വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. പിന്നെ ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് JMI, JNU, HCU, DU അങ്ങനെ പ്രസ്റ്റീജിയസ് ഓൾറെഡി റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്സ് ചെയ്യാൻ നിലവിൽ എന്ത് ചെയ്യുള്ളൂ, ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്നിട്ട് മാത്രമേ IJT, കാരണം IJT സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ലാബ് ഉണ്ടെങ്കിലും എന്താ പറയുക, എല്ലാ എക്സ്പെരിമെന്റും ഒരേ സമയം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ് അവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും IJT-യിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം HOD എന്നെ അണ്ടറിലാണ് പ്രൊജക്ട് ചെയ്തത്. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ IJT വ്യത്യസ്തമാക്കുന്നത് വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അതായത് മോസ്റ്റ് ഓഫ് ഒരു 60% സ്റ്റുഡൻസും IJT ഓപ്റ്റ് ചെയ്യാൻ, അതായത് ഇത്തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ആദ്യം ആഴ്ചയിൽ 3 ട്രെയിനേ ഉള്ളൂ, 3 ട്രെയിനുള്ളൂ നമുക്ക്. ആഴ്ചയിൽ 4 ദിവസം ട്രെയിനുള്ളൂ ഇവിടുന്ന് ആദ്യം നമ്മൾ ബിലാസ്പൂർ പോകണം. ഒരു 1.5 ദിവസം 36 മണിക്കൂർ റണ്ണിങ് ടൈം ഉണ്ട്. അത് ലേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം ടൈം എടുക്കും. ദെൻ അന്ന് രാത്രി നമുക്ക് അടുത്ത ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കിട്ടൂല. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, പിറ്റേ ദിവസം മെമൂല് കയറിയിട്ട് യൂണിവേഴ്സിറ്റി എന്താ പറയാ യൂണിവേഴ്സിറ്റി പോകുന്ന പെൻഡ്ര റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടുന്ന് പിന്നീട് നമ്മൾ വല്ല ടാക്സിയോ ബസ്സോ കാറോ അല്ലെങ്കിൽ വല്ല ട്രക്കോ അല്ലെങ്കിൽ ഒരുപാട് ലോറികൾ ഉണ്ടാവും അവിടെ, കോൾ മൈൻ ഉണ്ട് അവിടെ. അപ്പം അവിടേക്ക് പോകുന്ന ലോറികളുണ്ട്. മെറ്റൽ എന്താ പറയുക ഇൻഡസ്ട്രി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് പോകുന്ന ലോറികളുണ്ട്, വലിയ വലിയ ടോറസ് ലോറികൾ. അതിലൊക്കെ കയറിയിട്ട് വേണം യൂണിവേഴ്സിറ്റിയിലോട്ട് 25-26 കിലോമീറ്ററോളം പോകാൻ. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണെങ്കിലും നമ്മൾ പോകുന്ന ത്രൂ ഔട്ട് പോകുന്ന ബിലാസ്പൂർ, പെട്ന റോഡ് എന്നൊക്കെ ഛത്തീസ്ഗഡിൽ, അതായത് ഒരു സ്റ്റേറ്റ് ബോർഡർ, ഒരു സ്റ്റേറ്റിന്റെ 3 ബോർഡർ കിടന്നിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ മധ്യപ്രദേശിലോട്ട്. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നല്ല സ്ട്രഗിൾ ആണ് പോയി വരാനൊക്കെ. കാരണം അത്യാവശ്യം ദൂരമുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് ഈ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ യൂഷ്വലി ട്രെയിനൊക്കെ മിനിമം 2-3 മണിക്കൂർ എന്തായാലും ലേറ്റ് ആവും. ഒരു ദിവസം 32 മണിക്കൂർ അല്ലെങ്കിൽ 26 മണിക്കൂറൊക്കെ ലേറ്റ് ആയ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടെ വെജ് ഫുഡ് മാത്രമേ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് അലൗഡ് ഉള്ളൂ. രാത്രി 7 മണിക്ക് ശേഷം ഗേൾസിന് അലൗഡ് അല്ല യൂണിവേഴ്സിറ്റിക്ക്. ഹോസ്റ്റലിൽ പുറത്തിറങ്ങാൻ ബോയ്സിന് അപ് ടു ഒരു 12 AM വരെ നടക്കാം, പ്രശ്നമൊന്നുമില്ല. യൂണിവേഴ്സിറ്റിക്ക് പുറത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൽഹി പോലെ നമുക്ക് എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ 2 ബിരിയാണി കട, കുറച്ച് എല്ലാം പറയണമെന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് IJT പല കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫീസാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് പറഞ്ഞാൽ അഫ്കോഴ്സ് കുറവുള്ളതുണ്ട്, കുറവില്ലാത്തതുണ്ട്. അപ്പം എന്റെ ഫ്രണ്ട്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ ഒരു സെമ്മിന് അപ്രോക്സ് 19,000 19K കൊടുത്തിട്ടാണ് എന്തൊരു സെമ്മിൽ ഫിസിക്സ് പഠിച്ചത്. അതേസമയം എനിക്ക് 4 സെമ്മും കൂടി ഫിസിക്സിന് ആകെ ചെലവായത് 10,000 റുപ്പീസിന്റെ താഴെയാണ്. അതായത് ഒരു സെമ്മിൽ ആകെ 2,125 രൂപ മാത്രമേ ഉള്ളൂ അവിടെ ഒരു സെമ്മിന് MSc ഫിസിക്സ് പഠിക്കാൻ. ഇപ്പൊ അവിടെ BPharm M.Pharm കോഴ്സുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ BPharm M.Pharm കൊടുക്കുന്ന സ്ഥലം IJT ആണ്. കാരണം ഒന്ന് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആണ്, അതിന്റെ രീതിയിൽ അവരെ കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള ഫീസ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഹോസ്റ്റൽ എന്നിട്ട് ഒരു വർഷം 3,100 രൂപയാണ് ഞാനൊക്കെ അടച്ചത്. അതായത് ഒരു ദിവസം ആകെ എത്ര അപ്രോക്സ് ഒരു 80 റുപ്യ, അതുമില്ല, അതിലും താഴെ ആയിരിക്കും. 3,200 രൂപ 365 ചെയ്താൽ മതി. അപ്രോക്സ് ഒരു 80-85 റുപ്പീസ് ആണ് ഒരു ദിവസം നമുക്ക് വരുന്നത്. പിന്നെ ഫുഡിന് സ്വാഭാവികമായിട്ടും 2,400 2,700 വരെ വരാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺട്രാക്ടർ ഹു ആർ ടേക്കിംഗ് ദ ബെസ്റ്റ് എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ചെന്ന സമയത്ത് 2,400 ആയിരുന്നു. ഇപ്പം പുതിയ കോൺട്രാക്ടർ 2,700 ആയി. അപ്പം ഫീ എന്ന് പറയുന്നത് ഒരു MSc നമ്മൾ പഠിച്ചിറങ്ങുക എന്ന് പറയുമ്പോൾ നല്ല ഫീസ് ഉണ്ട് പല യൂണിവേഴ്സിറ്റീസിലും. 7,000 ഫീസുള്ള സെമ്മിന് 7,000 ഉള്ളവരുണ്ട്, 4,000 ഉള്ളവരുണ്ട്, 15,000 ഉള്ളവരുണ്ട്, 19 ഉള്ളവരുണ്ട്.
പല കോഴ്സിനും ഡിപ്പെൻഡിങ് ആണ് കേട്ടോ. ഇപ്പൊ MBA ഒക്കെ 25, 30, 40 കൊടുത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതേസമയം IGIT ആകെ എത്ര 4 റുപ്യ കണ്ടുള്ളൂ ഒരു സെമ്മിന് MBA പഠിക്കാൻ. സോ ഫീ എന്ന് പറയുന്നത് IGIT ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കുറവാണ് IGIT ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോസ്റ്റൽ ഫീ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റിയിലെ സെം ഫീ ആയിക്കോട്ടെ, എക്സാം ഫീ ആണെങ്കിൽ ഒരു സെമ്മിന് 310 റുപ്യ കണ്ടാണ് നിലവിൽ നമ്മൾ അടക്കുന്നത്. 320 റുപ്യ സെമ്മിന് അടക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള അത് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഇപ്പൊ അല്ലേ IGIT ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ കുറച്ച് പരിതാപകരമാണെങ്കിലും മൊത്തത്തിൽ പറഞ്ഞ പോലെ IGIT നമുക്ക് തരുന്ന ലൈഫ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഞാനൊക്കെ ഞങ്ങളൊക്കെ ഷോർട്ട് സെം ആയതുകൊണ്ട് തന്നെ എന്റെ പ്രൊജക്ട് ഒക്കെ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ നമ്മൾ ചെയ്തു തീർത്താണ്. എങ്കിലും അവിടുത്തെ ലാബ് ഫെസിലിറ്റീസിലൂടെ നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. സോ ഇതൊക്കെയാണ് മൊത്തത്തിൽ എന്റെ IGIT പറ്റിയിട്ട് പറയാനുള്ളത്. പോയി വരാൻ കുറച്ച് സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഓവറോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും IGIT ഉണ്ട്. പക്ഷെ ഫിസിക്സിന്റെ കേസിൽ ഐ വിൽ അഗൈൻ റിപ്പീറ്റ്, HSU, JNU, ജാമ്യ ഒക്കെ പോലെ ഉള്ളതുകൊണ്ട് യു ക്യാൻ ഓപ്റ്റ് ദോസ് യൂണിവേഴ്സിറ്റീസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നല്ല ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനത്തെ പല സംഭവങ്ങളാണ്. സോ ഇതാണ് ഓൾ ഓവർ എന്റെ ഒരു IGIT, JNU അതുപോലെ തന്നെ CUET ഒരു JNU മൊത്തത്തിൽ പറയാനുള്ളത്. സോ ഇതൊരു ഗോൾഡൻ മൊമെന്റ് ആണ്. ഞങ്ങളൊക്കെ ചെയ്തിട്ട് പഠിച്ചിരുന്ന പോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒറ്റ ഈ ഒരു 153 യൂണിവേഴ്സിറ്റീസിന് വേണ്ടി ഒറ്റ എക്സാം എഴുതുക. വൺസ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അപ്ലിക്കേഷൻ ടൈമിൽ കൊടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കോർ നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ സോഷ്യൽ സയൻസ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് TIS എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യയിൽ സയൻസ് വിഷയങ്ങൾക്ക് TIFR എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൂ, അതുപോലെ സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീരിയൻ സബ്ജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ TIS എന്ന് പറയുന്നത്. അതിന് 3-4 ക്യാമ്പസ് വരുന്നുണ്ട്. TISNET എന്ന് പറയുന്ന ഒരു എക്സാം ആണ് കഴിഞ്ഞ കൊല്ലം വരേണ്ടത്. ഭയങ്കര ടഫ് എക്സാം ആണ്, ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഇക്കൊല്ലം TIS പോലും CUET ആക്കിയെന്ന് പറയുമ്പോൾ CUET എന്ന് പറയുന്ന എക്സാമിനുള്ള ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ. ഇത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണോ, ലൈഫ് എക്സ്പ്ലോർ ചെയ്യണോ, കൂടുതൽ സ്ഥലങ്ങളിലോട്ട് പോകണോ, കൂടുതൽ ആളുകളെ കാണണോ, പുതിയ കൾച്ചർ പഠിക്കണോ, പുതിയ ഫുഡ് കഴിക്കണോ, എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ പഠിക്കണോ, അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്പ് ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റി. സോ ഈസ് ദർ എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ദാറ്റ്സ് ഓൾ അബൌട്ട്. ഹലോ, നമുക്ക് ഈ ഒരു സെഷനിൽ ഇനി ഡൗട്ട്സ് ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്സ് ചോദിക്കണേ. അതായത് ആ ഒരു ജാബിർ ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് കോഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും ആ ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഇനിയിപ്പോ എക്സ്ട്രാ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റു കോഴ്സുകളെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ജാബിർ അറിയുന്ന പോലെ പറഞ്ഞു തരുന്നതായിരിക്കും. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങിയെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഓൾസോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും യു ക്യാൻ ഓൾസോ ആസ്ക്. ഇഫ് ഐ നോ ഐ ക്യാൻ മേക്ക് യു ക്ലിയർ. ഓക്കെ. സോ 2 ക്വസ്റ്റ്യൻ വന്നത്. ഒന്ന് ഗോപിക ഫ്രം ഫിസിക്സിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതാന്നുള്ളത്. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ഹൗസ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. So I'll answer the second one first, because IGIT ഞാൻ പറഞ്ഞല്ലോ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് IGIT എന്ന് പറയുന്നത് 2009 ശേഷം തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പൊ നമ്മളൊക്കെ ഒരു മലയാളത്തിൽ കാട്ടുമുക്ക് എന്നൊക്കെ പറയുന്നത് അത്രയും ഒരു ഫോറസ്റ്റ് ഏരിയയിലെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ വികസനം എത്തിപ്പെടുക അല്ലെങ്കിൽ പുതിയ പുതിയ ഫാക്കൽറ്റീസ് അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് പരിമിതികൾ നിലവിലുണ്ട്. ഇപ്പം ഞാൻ വന്ന പോലെ ഞാൻ ഇപ്രാവശ്യം 2ാമത് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് അവിടെ പുതുതായിട്ട് 2 ഹോസ്റ്റലുകളാണ് വിത്തിൻ 3 months കൊണ്ട് ഉയരുന്നത്. അപ്പം വികസനം പെട്ടെന്ന് നടക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും എല്ലാം സെറ്റിൽ ആയി വരാൻ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 കുട്ടികളുണ്ടായിരുന്നത്. 2 മലയാളി പെൺകുട്ടികളും ഒരു ഹിന്ദി കുട്ടിയും ഉണ്ടായിരുന്നത്. അപ്പൊ ഫാക്കൽറ്റീസ് നല്ല ഫാക്കൽറ്റീസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് കോഴ്സിന് ഓപ്റ്റ് ചെയ്യുമ്പോഴും IGIT എന്ന് മാത്രമല്ല നിലവിൽ പുതുതായിട്ട് തുടങ്ങിയ യൂണിവേഴ്സിറ്റീസ് അവിടെ നിർത്തിക്കൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ആദ്യം മുതൽ ഇതിപ്പം JNU, HCU, ജാമ്യ, DU, പോണ്ടിച്ചേരി അങ്ങനെ കുറെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യാം. എന്നിട്ട് മാത്രം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെങ്കിലും മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി.
ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ എന്നതിന് അപ്പുറത്തേക്ക് ഡിപ്പാർട്ട്മെന്റ് കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം ചില യൂണിവേഴ്സിറ്റീസ് ഇപ്പം ജാമ്യ മില്ലിയയിൽ പോലും ഞാൻ ഒരിക്കൽ കേട്ടതാണ്, എന്റെ ഫ്രണ്ടോട് പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി ക്ലാസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, എന്നിട്ട് പോലും കെമിസ്ട്രി ക്ലാസ് ഹിന്ദിയിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സുകൾ സാറുമാരുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റീസ് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നോക്കുക. നിലവിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്രാവശ്യം കുറച്ച് കുട്ടികൾ IJT-യിലുണ്ട്, നല്ല നല്ല സാറുമാരൊക്കെ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ ഇല്ലാത്തത് മൊത്തത്തിലുള്ള അക്കാദമിക്സിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. ആൻഡ് ഫിസിക്സിന് ടോപ്പ് ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പം ഫിസിക്സിന് നിലവിൽ ടോപ്പ് നിൽക്കുന്നത് ഒന്ന് HCU ആണ്, രണ്ടാമത്തെ JNU ആണ്, പിന്നെ ജാമ്യ ഉണ്ട്, DU ഉണ്ട്. DUവിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓപ്പൺ ആയിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. DUവില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലേഡീസ് യൂണിയൻ കോളേജ് ഉണ്ട്, ഹിന്ദു രാംരാജ് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കോളേജസിലാണ് നമ്മൾ അഡ്മിറ്റ് ആവുക എന്നുണ്ടെങ്കിലും, നമുക്ക് ക്ലാസ് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു ക്ലാസ്സിൽ എല്ലാ ഫിസിക്സ് സ്റ്റുഡൻസും, അതായത് എല്ലാ കോളേജിൽ നിന്നും അഡ്മിറ്റ് ആയിട്ടുള്ള ഫിസിക്സ് സ്റ്റുഡൻസിന് കൂടി ഒരു അപ്രോക്സ് ഒരു 200 to 300 കുട്ടികളെ ഒരുമിച്ചിട്ട് ഒറ്റ ക്ലാസ്സിൽ എടുക്കാം. മാത്രമല്ല ഡൽഹി യൂണിവേഴ്സിറ്റി സിലബസ് എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഫിസിക്സ് ഹോണേഴ്സ് ആണ്. അതായത് 3 ഇയർ, അതായത് ഓൾ 6 സെമസ്റ്റേഴ്സ് അവർ പഠിക്കുന്നത് വെറും ഫിസിക്സ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കടുകട്ടിയാണ് അവിടുത്തെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് അത്തരത്തിലുള്ള സിലബസ് ഒക്കെ താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വർക്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ MG യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പണായി പറയുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്, അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് സപ്ലി വാങ്ങിയിട്ട് പിന്നീട് നിർത്തി പോരേണ്ടത് കുട്ടികളെ നമുക്കറിയാം. അതേസമയം തന്നെ അവിടെ പോയിട്ട് നല്ല മാർക്കോടെ പാസ്സായിട്ട് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, നമ്മളെക്കാട്ടും സീരിയസ് ആയിട്ടുള്ള. അപ്പം രണ്ട് രീതിയിൽ കുട്ടികളുണ്ട്. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡാണ് സിലബസ്, ബിക്കോസ് ദേ ആർ ടീച്ചിങ് ആക്ച്വലി BSc ഹോണേഴ്സ് ഓൾ 6 സെമസ്റ്റേഴ്സ് ഓൺലി ഫിസിക്സ് പഠിക്കുന്നത്. നമ്മളിവിടെ MSc പഠിക്കുന്ന ഫിസിക്സ് ആണ്, അത് BSc പഠിക്കുന്നത്. അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അവിടെ. പക്ഷെ ആ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഫിസിക്സ് കരിയറിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അഫ്കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിക്സ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നല്ല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോണ്ടിച്ചേരിയിൽ ഫിസിക്സും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും റീസെന്റ് ആയിട്ടുള്ള ഒരു 4-5 കൊല്ലങ്ങളിൽ അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മുന്നത്തെ അത്ര, അത് പറഞ്ഞല്ലോ ഒരു 100 വർഷത്തോളം പഴക്കമുണ്ട് അലിഗഡിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്ര ആ ഒരു കാലഘട്ടത്തിൽ എന്റെ ഒക്കെ സാറ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അലിഗഡിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇത്തരത്തിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അത് ഓരോ വിദ്യാർത്ഥി ഇപ്പം SFI, KSC, ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ABVP അങ്ങനെ ഓരോരുത്തരും കൊടുക്കുന്ന ഓരോ സ്റ്റുഡന്റിന്റെ എന്താ പറയാ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ അവിടുത്തെ മലയാളി കൂട്ടായ്മ, ഇപ്പം അലിഗഡ് ആണെങ്കിൽ അമ്മൂമ്മ, IJT ധോനി, ഇപ്പം പിന്നെ ജാമ്യയില് സ്മൃതി ഡൽഹിയിലാന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനത്തെ മലയാളി കൂട്ടായ്മകളുണ്ട്. അപ്പൊ അങ്ങനത്തെ അവിടുത്തെ സീനിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അവിടുത്തെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പം IJT സ്റ്റാർട്ട് ആണെങ്കിൽ പോലും വേണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തരാം, യു കെൻ ആസ്ക് ദം. ഓക്കെ, ഫിസിക്സിൽ പറഞ്ഞ പോലെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ജാമ്യ, HCU, JNU, പോണ്ടിച്ചേരി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അങ്ങനെയാണ്. പിന്നീട് IJT പറഞ്ഞു, ഇപ്പൊ നിലവിൽ IJT കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലാണ്. അപ്പൊ IJT ഒക്കെ ഇങ്ങോട്ട് ലാസ്റ്റ് ഒരു സജഷൻ ആയിട്ട് കൊടുത്താൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും കുറച്ച് ബുദ്ധിമുട്ടും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ ക്വാണ്ടം മെക്കാനിക്സിന് സാറ് തീരെ പോരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്കത് നമ്മളുടെ ഒരു കരിയറിന് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ വേറെ ആരും ചോദിച്ചേ BHUവിനെ പറ്റി ഒരു ഒപ്പീനിയൻ ചോദിച്ചുള്ളൂ. BHU എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പഴക്കമുള്ള എന്താ പറയാ, അതായത് ആർക്കിടെക്ചറൽ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, സ്പെസിഫിക് ആയിട്ട് ഓരോ കോഴ്സിനെ ഇപ്പൊ IJT ഫിസിക്സിനെ പറ്റി പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റിനെ പറ്റി ഒരു ഓർവ് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ അവിടുത്തെ സ്പെസിഫിക് കോഴ്സ് ഇപ്പം എന്താ പറയുക, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ ഫിസിക്സ് അടിപൊളിയാണ്. പക്ഷെ അവിടുത്തെ MSW കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും ഫീൽഡ് ട്രിപ്പിന് വിട്ടിട്ടില്ല. ഒരു സോഷ്യൽ വർക്ക് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട്. അതാണ് പറയുന്നത്, ആദ്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. BHU നല്ല യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം പഴയ പേര് കേട്ട യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ എന്താ പറയാ, അവിടുത്തെ കറക്റ്റ് സ്പെസിഫിക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മലയാളികൾ അല്ലെങ്കിൽ അവിടുത്തെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ അവരുടെ കോൺടാക്ട് കിട്ടും, അതൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്ന നല്ലത്. BHU പ്രോബബിലി നമുക്ക് JNUവിന്റെ ഒക്കെ ഒപ്പം ചേർത്ത് വായിക്കാവുന്ന
ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓവറോൾ ഇൻ എവറി കോഴ്സ്. ഓക്കെ. പിന്നെ ടാറ്റനെ പറ്റി ചോദിച്ചാണു. ടാറ്റക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്ന് സയൻസ് കൊടുക്കുന്ന TIFR ഉണ്ട്, പിന്നെ സോഷ്യൽ സയൻസ് കൊടുക്കുന്ന ടിസും ഉണ്ട്. അപ്പോ ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലെ MSc BEd കേരളത്തിൽ വാലിഡ് ആണെന്നുള്ളത്. അപ്പോ ഐ തിങ്ക് ഞാൻ അപ്പം ടിസ് ആണെങ്കിലും TIFR ആണെങ്കിലും രണ്ടിടത്തും നല്ല ഫീസ് ഉണ്ട്. അപ്പോ രണ്ടും നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പം TIFR സയൻസ് സബ്ജക്ട് നിങ്ങൾ കൊടുക്കുന്നത് ഇന്റഗ്രേറ്റഡ് PhD ആണ്. ടിസിലെ MSW അല്ലെങ്കിൽ ടിസിലെ MA സോഷ്യൽ ഓക്കെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഞാൻ പറയാം. അപ്പം ഇതാണ് പറഞ്ഞത്.